മോർണിംഗ്. വെൽക്കം ടു അല്ലേ ഷാരുൺ അഖിൽ സി ഇപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ. സോ ഇന്ന് പവർ ഇല്ല ഇവിടെ, അതുകൊണ്ട് മെഷീൻ ഫോണിലാണ് ക്ലാസ് നോക്കുന്നത്. ഓക്കെ. സോ ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി വർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറെൻറ്റ് വാലിഡേഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്. ഏതൊക്കെയായിരുന്നു? ദേവിക ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് വാലിഡേഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്? ഹലോ ഹലോ, പറഞ്ഞോളൂ. സാറേ, സൗണ്ട് കുറവാന്ന് തോന്നുന്നു. എനിക്ക് മാത്രമാണോ അറിയില്ല. ഓക്കെ, ഞാൻ മെല്ലെ സംസാരിച്ചത്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് വാലിഡേഷൻ ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്? വാലിഡേഷൻ ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് യൂസർ റിക്വയർമെൻ്റ് എല്ലാം വർക്കിംഗ് ആണോ നോക്കാനും, ഫങ്ഷൻസ് എല്ലാം കറക്റ്റ് ആണോ, കണ്ടൻസ് എല്ലാം ആക്യുറേറ്റ് ആണോ എന്നെല്ലാം നോക്കും. അതിൽ ആൽഫ ടെസ്റ്റിങ്ങും ബീറ്റ ടെസ്റ്റിങ്ങും ആണ്. Then acceptance testing. അക്സെപ്റ്റൻസ് ടെസ്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു സ്ക്രീനിൽ നിങ്ങളുടെ അറ്റൻഡൻസും ഒരു സ്ക്രീനിൽ എൻ്റെ മൊബൈൽ, രണ്ട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. ആരും ലീവ് ആവരുത്. ഓക്കെ. എനിക്ക് നിങ്ങളുടെ അറ്റൻഡൻസ് കാണാൻ കേട്ടോ. ഞാൻ രണ്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ സൈഡ് ഹെഡിങ് എഴുതുക, സിസ്റ്റം ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ലൈനിൽ എഴുതുക, ആസ് എ പാർട്ട് ഓഫ് സിസ്റ്റം ടെസ്റ്റിംഗ് നമുക്ക് ആൽഫ ടെസ്റ്റിങ്ങും ബീറ്റ ടെസ്റ്റിങ്ങും അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും യൂസ് ചെയ്യാം. അതായത് സിസ്റ്റം ടെസ്റ്റിങ്ങിന്റെ പാർട്ടായിട്ട് നമുക്ക് ആൽഫ ടെസ്റ്റിങ്ങും ബീറ്റ ടെസ്റ്റിങ്ങും അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ആൽഫ ടെസ്റ്റിംഗ് ആക്ഷൻ പെർഫോംഡ് ബൈ ദി പ്രോഗ്രാമർ ഇൻ ദി പ്രസൻസ് ഓഫ് യൂസർ ഇൻ ദി കമ്പനി. ദെൻ ബീറ്റ ടെസ്റ്റ് പെർഫോംഡ് ബൈ ദി കസ്റ്റമർ. പിന്നെ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഹൗ ദ സിസ്റ്റം വർക്ക്സ് എന്നുള്ളത് കസ്റ്റമർ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്തത്. സിസ്റ്റം ടെസ്റ്റിംഗ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ആൽഫ ടെസ്റ്റിംഗ് ഈസ് എ പാർട്ട് ഓഫ് സിസ്റ്റം ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് സിസ്റ്റം ടെസ്റ്റിംഗ്. ദെൻ നമുക്ക് അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗും പറയാം. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കുറച്ച് സിസ്റ്റം ടെസ്റ്റിംഗിൽ മാത്രം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, റിക്കവറി ടെസ്റ്റിംഗ്. റിക്കവറി ടെസ്റ്റിംഗ് ക്ലിയർ അല്ലേ? സ്ക്രീൻ ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ നോക്കുന്നുണ്ട് സ്ക്രീനിൽ. റിക്കവറി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫാൾട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് സ്റ്റേജ് വന്നാൽ സിസ്റ്റം ചിലപ്പം ബ്രേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്.
സിസ്റ്റം ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, സിസ്റ്റം പിന്നീട് ടാസ്ക് ഒന്നും പെർഫോം ചെയ്യാതെ 19 സ്റ്റുഡൻസ് മാത്രമേ പ്രസന്റ് ഉള്ളൂ, ബാക്കിയുള്ളവരോട് പോയി. ഈ ഉള്ളവർക്ക് ഞാൻ അറ്റൻഡൻസ് തരുള്ളൂ കേട്ടോ. ഓക്കെ, സിസ്റ്റം ബ്രേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്, പ്രോപ്പർലി വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ സ്റ്റേജിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മൾ റിക്കവറി എന്ന് പറയുക. സോ നമുക്ക് എങ്ങനെയൊക്കെ റിക്കവർ ചെയ്യാം? ബൈ യൂസിങ് ചെക്ക് പോയിന്റിംഗ് മെക്കാനിസം, ത്രൂ ഡാറ്റ റിക്കവറി, ഓർ വി ക്യാൻ ഗോ ഫോർ റീസ്റ്റാർട്ട് ഓപ്പറേഷൻ. ഇപ്പം പ്രോപ്പർ ആയിട്ട് ഒരു ഇറർ വരുമ്പം സിസ്റ്റത്തിന് റിക്കവർ ചെയ്യാനുള്ള കഴിവുണ്ടോ, അതാണ് നമ്മൾ റിക്കവറി ടെസ്റ്റിങ്ങിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഒന്നുകൂടി പറയാം, ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് സിസ്റ്റം ടെസ്റ്റിംഗ്, ആൽഫ ടെസ്റ്റിങ്ങും ബീറ്റ ടെസ്റ്റിങ്ങും അക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങും. സിസ്റ്റം ടെസ്റ്റിങ്ങിന്റെ ഒരു പാർട്ട് തന്നെയാണ്, നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് റിക്കവറി ടെസ്റ്റിംഗ്. റിക്കവറി ടെസ്റ്റിംഗ് എന്താ പറയാ? സിസ്റ്റം ഷുഡ് റിക്കവർ ഫ്രം ദി ഫാൾട്ട് ഓർ ഇറ്റ് ഹാവ് ടു റെസ്യൂം ദി പ്രോസസ്സിംഗ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം. എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള എറേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഇൻപുട്ടായിട്ട് അൺഎക്സ്പെക്റ്റഡ് ഇൻപുട്ടൊക്കെ കൊടുത്തിട്ട് സിസ്റ്റത്തിന് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അൺഎക്സ്പെക്റ്റഡ് ഇൻപുട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ റിക്കവർ സ്റ്റേജിലേക്ക് സിസ്റ്റം എത്തുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഡിഫറെന്റ് റിക്കവറി മെക്കാനിസംസ് യൂസ് ചെയ്യാം. അത് നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. വേരിയബിൾ റീഇനീഷ്യലൈസേഷൻ, വേരിയബിളിനെ റീഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ദെൻ വി ക്യാൻ ട്രൈ ചെക്ക് പോയിന്റിംഗ് മെക്കാനിസം, or we can go for restart ചെയ്യാം. ഓക്കെ, അന്നക ഒന്ന് ഓർത്ത് നോക്കിയ വാട്ട് ഈസ് ചെക്ക് പോയിന്റിംഗ് മെക്കാനിസം? എന്തായിരുന്നു ചെക്ക് പോയിന്റിംഗ്? അഖിൽസി ഇപ്പോൾ ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ചെക്ക് പോയിന്റിംഗ്? ചെക്ക് പോയിന്റിംഗ് ഇല്ല സാർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം ചെക്ക് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ചെക്ക് പോയിന്റ്സ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ക്രാഷ് ആയി കഴിഞ്ഞാൽ ആ ചെക്ക് പോയിന്റ്സ് വരെയുള്ള വേരിയബിൾസും വാല്യൂസും എന്തായിട്ടുണ്ടാവും? ആ ചെക്ക് പോയിന്റിൽ സേവ്ഡ് ആയിട്ടുണ്ടാവും. ദെൻ എന്ത് ചെയ്യാം? ആ ഒരു ചെക്ക് പോയിന്റ് ഓൺവേർഡ്സ് നമുക്ക് സിസ്റ്റത്തിനെ റീസ്റ്റാർട്ട് ചെയ്താൽ മതി. പ്രീവിയസ്ലി ഉള്ള എല്ലാ സ്റ്റേജസും നമ്മൾ ട്രൈ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് 100 ലൈൻസ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ 50 ലൈൻസിൽ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ 50 ലൈൻസ് വരെയുള്ള വാല്യൂസും വേരിയബിൾസും കാര്യങ്ങളും ഒക്കെ അവിടെ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു റീസ്റ്റാർട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും 1 to സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. പകരം 50 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം വാല്യൂസ് ഓൾറെഡി എവിടെ ഉണ്ട്? ചെക്ക് പോയിന്റ്സിൽ ഉണ്ട്. അതാണ് കോൺസെപ്റ്റ്. അപ്പം ഇൻ ഓർഡർ ടു അച്ചീവ് റിക്കവറി മെക്കാനിസം വി ക്യാൻ ഗോ ഫോർ ചെക്ക് പോയിന്റിംഗ്. ചെക്ക് പോയിന്റിംഗ് നമുക്ക് ചെയ്യാം. ഓർ വേരിയബിൾ റീഇനീഷ്യലൈസേഷൻ നമുക്ക് ചെയ്യാം. അതർവൈസ് എന്ത് ചെയ്യാം? നമുക്ക് റീസ്റ്റാർട്ട് ഓപ്ഷൻ. ഇതൊക്കെയാണ് നമ്മൾ റിക്കവറി ടെസ്റ്റിംഗിൽ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ നോക്കുക. സോഫ്റ്റ്വെയർ മസ്റ്റ് റിക്കവർ ഫ്രം ദി ഫാൾട്ട് വിത്ത് എ സ്പെസിഫൈഡ് ടൈം. ഇനി ഒരു ടേം കൂടി അവിടെ എഴുതി വെക്കുക. ഇഫ് സിസ്റ്റം റിക്വയർസ് ഹ്യൂമൻ സപ്പോർട്ട്, ഇററിനെ ഓവർകം ചെയ്യാൻ ഹ്യൂമൻ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് MTTR ആണ്, മീൻ ടൈം ടു റിപ്പയർ. If system requires human support, we have to identify mean time to repair, MTTR. So we have to keep MTTR in a very less value. MTTR എന്ന് പറയുന്നത് ചെറിയൊരു വാല്യൂ ആയിരിക്കണം എപ്പോഴും. മീൻ ടൈം ടു റിപ്പയർ. ഒരു സിസ്റ്റം ഇറർ വന്നു, ഹ്യൂമൻ ആണ് അതിനെ റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മീൻ ടൈം ടു റിപ്പയർ എന്നാണ് ആ സമയത്തിന് നമ്മൾ പറയാം. ആ സമയം നമ്മൾ കുറച്ച് വേണം എപ്പോഴും വെക്കുവാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? സ്ലൈഡ് നോക്കുക. ഓട്ടോമാറ്റിക്കലി റിക്കവർ ആവുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ചെക്ക് പോയിന്റിംഗ് മെക്കാനിസം, ഡാറ്റ റിക്കവറി, ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട്, റീഇനീഷ്യലൈസേഷൻ, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഹ്യൂമൻ സപ്പോർട്ട് വേണമെങ്കിൽ അതിന് നമ്മൾ
മീൻ ടൈം ടു റിപ്പയർ എന്നാണ് പറയാ MTTR. ക്ലിയർ അല്ലേ? റൈസ, റസാന, റിസ്വിൻ. റെസ്പോണ്ട് ചെയ്യാം. അനിൽ, മസ്ന കേൾക്കുന്നുണ്ടോ? മസ്ന, ഓക്കെ. അനഘ പ്രസന്റ് ആണോ? അനഘ വന്നോ? സർ ഞാൻ നേരത്തെ ഇല്ല. ഓക്കെ ഓക്കെ. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ചെക്ക് പോയിന്റ് എന്താണ്. സർ Next ഇടയ്ക്ക് എനിക്ക് ലോ ആവുന്നുണ്ട് വോയിസ്. ഓക്കെ, ഇന്ന് സിസ്റ്റം അല്ല യൂസ് ചെയ്യുന്നത്, മൊബൈലിലാണ്. ദെൻ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. ഇപ്പം ക്ലിയർ അല്ലേ? സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. ഓക്കെ, സെക്യൂരിറ്റി ടെസ്റ്റിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ എന്താ ബിൽഡ് ചെയ്തത്? ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിനെ ഒരാൾക്ക് ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഒക്കെ കൊടുത്ത് അതിനെ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹാക്കറിന് വന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എന്ത് ചെയ്യാം, എൻട്രി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ്, അഡ്മിൻ പാസ്വേഡ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ നമ്മുടെ സെക്യൂരിറ്റി ആ സിസ്റ്റത്തിന് എപ്പോഴും എന്തായിരിക്കണം? സെക്യൂർ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ കസ്റ്റമറിന്റെ ഇൻഫോർമേഷൻ, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ, കുറെ പബ്ലിക് ഇൻഫോർമേഷൻ, ഗവൺമെന്റ് പ്രൊജക്ട് ആണെങ്കിൽ ഗവൺമെന്റ് റിലേറ്റഡ് ഡാറ്റ ഒക്കെ നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മളെ ഡാറ്റാബേസിൽ സേവ് ചെയ്യുന്നുണ്ടാവും. സോ ആ ഡാറ്റ നമ്മൾ എപ്പോഴും സേഫ് ആയിട്ട് തന്നെ വെക്കണം. അപ്പൊ ഡാറ്റ എപ്പോഴും സെക്യൂർ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സെക്യൂരിറ്റി ബ്രീച്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ സിസ്റ്റത്തിനെ പ്രോഗ്രാമേഴ്സ് ഹാക്ക് ചെയ്യാനും ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ ആക്ഷൻസിനൊക്കെ സാധ്യതയുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും? സെക്യൂർ ആണോ സിസ്റ്റം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുറെ ടാസ്ക് ചെയ്ത് നോക്കും. ഇതിനെയാണ് നമ്മൾ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ടൈപ്പ് ഓഫ് പെനിട്രേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കമ്പനിയിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ വേണമെങ്കിൽ കമ്പനീനെ നശിപ്പിക്കാൻ വേണ്ടി ഡാറ്റാബേസ് ആക്സ് ചെയ്യാൻ ശ്രമിക്കാം. ഹാക്കേഴ്സ് ക്യാൻ അറ്റൻഡ്. ഡിസ്ഹോണസ്റ്റ് ഇൻഡിവിജ്വൽ, കമ്പനിയുമായിട്ട് അധികം കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഇൻഡിവിജ്വൽസിന് കമ്പനി ഡാറ്റാബേസ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി സെക്യൂരിറ്റി ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയറിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ, സോഫ്റ്റ്വെയർ പ്രൊട്ടക്റ്റഡ് ആണോ? അൺഎക്സ്പെക്ടഡ് അറ്റാക്ക് വന്നാൽ അതിന് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഈ രീതിയിലുള്ള ചെക്ക് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്ത് നോക്കും. അപ്പം പെനിട്രേഷൻ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ആലോചിക്കുക. ഹാക്കേഴ്സിന് ചെയ്യാം, ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ചെയ്യാം, കമ്പനിയിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്തു പോയ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത ആൾക്കാർക്ക് കമ്പനീന്റെ ഗുഡ് വില്ല് നശിപ്പിക്കാൻ വേണ്ടി സോഫ്റ്റ്വെയറിനെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം സെക്യൂർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് സിസ്റ്റം ടെസ്റ്റിംഗ്. ക്ലിയർ ആണോ? റൈസ, റിസ്വിൻ, ശ്രദ്ധ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സർ ഓക്കെ ആണ്. നെക്സ്റ്റ് എഴുതുക. ഓക്കെ, എങ്ങനെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ചെയ്യാന്നുള്ളത് ടെസ്റ്റർ മൾട്ടിപ്പിൾ പാസ്വേഡ് ഒക്കെ വെച്ച് ട്രൈ ചെയ്യും, പർപ്പസ്ഫുള്ളി ഇറേഴ്സ് ജനറേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമുക്ക് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാം. നെക്സ്റ്റ് ആണ് സ്ട്രെസ് ടെസ്റ്റിംഗ്. സ്ട്രെസ്, STRESS, സ്ട്രെസ് ടെസ്റ്റിംഗ്. സ്ട്രെസ് ടെസ്റ്റിംഗ് നെയിം പറയുന്നത് പോലെ തന്നെയാണ്. നമ്മൾ സിസ്റ്റത്തിന് മാക്സിമം സ്ട്രെസ് കൊടുക്കുക. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെയൊക്കെ കേസിൽ സ്ട്രെസ് വി ക്യാൻ ഡിഫൈൻ ദാറ്റ് ഈസ് എ വർക്ക് പ്രഷർ, അല്ലെങ്കിൽ ഓവർലോഡ്. നിങ്ങൾ പറയും അസൈൻമെന്റ് ഒരു സ്ട്രെസ് ആണ്. വാട്ട് മീൻസ് യു ആർ ഗെറ്റിംഗ് ഇനഫ് അസൈൻമെന്റ്സ്. അതുപോലെ തന്നെ സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസി ഇൻപുട്സ് കൊടുക്കുക, അബ്നോർമൽ ക്വാണ്ടിറ്റി, എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻപുട്സ് കൊടുക്കുക, ലാർജ് വോളിയൂംസ് ഓഫ് ഇൻപുട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന് ചിലപ്പം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല. വി ആർ ക്രിയേറ്റിംഗ് സ്ട്രെസ് ഇൻ ദി സിസ്റ്റം. അപ്പം എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം? അബ്നോർമൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് കൊടുക്കാം, ഫ്രീക്വൻസി കൂട്ടാം, വിച്ച് മീൻസ് കണ്ടിന്യൂസ്ലി വി ആർ ഗിവിംഗ് ഇൻപുട്ട്. നമ്മൾ നോർമലി കൊടുക്കുന്ന ആ ഫ്ലോയിലല്ലാതെ ഫാസ്റ്റ് ആയിട്ട് ഇൻപുട്ട് കൊടുക്കുക. ബൾക്ക് എമൗണ്ട് ഓഫ് ഇൻപുട്ട് ഒക്കെ കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന് കുറെ ഇൻപുട്ട് വരുമ്പോൾ സ്ട്രെസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോപ്പർലി സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ ഹ്യൂമൻ തന്നെ ജനറേറ്റ് ചെയ്ത് സ്ട്രെസ്, എത്രമാത്രം സ്ട്രെസ്സിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയാം. നമ്മുടെ റെയിൽവേ ബുക്കിംഗ് സിസ്റ്റം അറ്റ് എ ടൈമിൽ 30,000 ഓർ 30 lakh കസ്റ്റമേഴ്സിനെയൊക്കെ സെർവ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? അത് നല്ല രീതിയിൽ അത് പ്രോഗ്രാം ചെയ്തത് കൊണ്ടാണ്. അതൊക്കെ ട്രാൻസാക്ഷൻ ആണ്. നമുക്കറിയാം തൽക്കാൽ ബുക്കിംഗ് 10 AM ഓൺ ആയി 10 ആകുമ്പോൾ തന്നെ എല്ലാ സീറ്റും ബുക്കായി പോകും. അത്രയും കസ്റ്റമേഴ്സ് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യുമ്പോഴും സിസ്റ്റത്തിന് IRCTC സൈറ്റ് സ്ലോ ആവുന്നല്ലാതെ നമുക്ക് നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നെറ്റ് സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പം പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്ട്രെസ് ടെസ്റ്റിങ്ങും സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഒക്കെ എന്ത് ചെയ്യണം? പെർഫോം ചെയ്യണം. അപ്പം സ്ട്രെസ് ടെസ്റ്റിംഗ് ഹൈഫൺ ഇട്ട് എഴുതാം. ഗിവിംഗ് സ്ട്രെസ് ത്രൂ applying abnormal quantity of input, then increasing frequency എന്ന് വെച്ചാൽ സ്പീഡിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കാം. ഇൻക്രീസിങ് ഫ്രീക്വൻസി, വോളിയം മീൻസ് ഇവിടെ സൗണ്ട് അല്ല, ലാർജ് ബൾക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഇവിടെ വോളിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗിവിംഗ് ബൾക്ക് എമൗണ്ട് ഓഫ് ഇൻപുട്ട്. ഇനി ആ ഒരു സ്റ്റേജസ് നോക്കാം. ഇൻപുട്ട് ഡാറ്റ റേറ്റ്സ് ആർ ഇൻക്രീസ്ഡ്, വിച്ച് മീൻസ് വി ആർ ഇൻക്രീസിംഗ് ദി ഫ്രീക്വൻസി. ദെൻ മെമ്മറി റിക്വയർമെന്റ്സിൽ ചേഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കാം. ദെൻ ഡാറ്റ നമ്മൾ മെമ്മറിയിലേക്ക് സേവ് ചെയ്ത് വെക്കേണ്ട ഡാറ്റ ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു സ്പീഡും കാര്യങ്ങളും പേജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ക്രാഷിംഗ് ഒന്നും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൈ എമൗണ്ട് ഓഫ് ഡാറ്റ, ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ ഇൻപുട്ടായിട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുക. അപ്പം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്താവും? സ്ട്രെസ് ആവും. അപ്പൊ അതിന് എത്രമാത്രം റിട്ടൈൻ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ത്രൂ സ്ട്രെസ് ടെസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഹൈഫൺ എഴുതുക. ഡിസൈൻഡ് ടു ടെസ്റ്റ് റൺ ടൈം പെർഫോമൻസ് ഓഫ് ദി സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ നമ്മൾ റൺ ടൈം പെർഫോമൻസ് ഇനീഷ്യലി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ആക്ച്വലി നമ്മൾ ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ബിൽഡ് ചെയ്യും? മൊഡ്യൂൾ ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്, ഓർ സബ് സിസ്റ്റംസ് ആയിട്ടാണ് നമ്മൾ ഒരു വലിയ സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ മൊഡ്യൂൾ ടെസ്റ്റിംഗ് ഇൻസെൽഫ് ഓർ യൂണിറ്റ് ടെസ്റ്റിംഗിൽ തന്നെ നമ്മൾ പെർഫോമൻസ് ഓഫ് ദി സിസ്റ്റം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പെർഫോമൻസ് ടെസ്റ്റിംഗ്, ഹൗ ദ സിസ്റ്റം ബിഹേവ്, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡ്യൂറിങ് ഇന്റഗ്രേഷൻ, മൊഡ്യൂൾസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാതെ നമ്മൾ എപ്പോഴും നോക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫറെന്റ് മൊഡ്യൂൾസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ പെർഫോമൻസ് ടെസ്റ്റിംഗ് എഴുതാം. റൺ ടൈം പെർഫോമൻസ് ഓഫ് ദി സിസ്റ്റം. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ഇനീഷ്യൽ സ്റ്റേജ് മീൻസ് യൂണിറ്റ് ടെസ്റ്റിംഗിൽ തന്നെ നമ്മൾ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് എന്തിനാ മെഷർ ചെയ്യുന്നത്? സിസ്റ്റം ഡീഗ്രേഡ് ആവുന്നില്ല, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം പെർഫോമൻസ് കുറയുന്നില്ല, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. കീർത്തന ആൻഡ് ജസ്ന ഷെറിൻ, ക്ലിയർ ആണോ? ഓക്കെ. രാവിലെ 8 മണിക്ക് കറണ്ട് പോയതാണ്, 6 മണിയാകുമ്പോഴേ വരുള്ളൂ പോലും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സിസ്റ്റം ടെസ്റ്റിംഗിൽ പറഞ്ഞു. അപ്പൊ ഒന്നുകൂടി നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇൻ സിസ്റ്റം ടെസ്റ്റിംഗ് ആൽഫ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് എഴുതാം, ബീറ്റ ടെസ്റ്റിംഗ് എഴുതാം, ദെൻ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എഴുതാം, സ്ട്രെസ് ടെസ്റ്റിംഗ് എഴുതാം, റിക്കവറി ടെസ്റ്റിംഗ് എഴുതാം, സെക്യൂരിറ്റി ടെസ്റ്റിംഗും എഴുതാം. ചോദിക്കുമ്പോൾ 7 മാർക്കിന് 8 മാർക്കിനൊക്കെയാണ് ചോദിക്കുക.
ഇനി വാലിഡേഷൻ ടെസ്റ്റിംഗ്, അതിന് മുന്നത്തെ ടോപ്പിക് ആയിരുന്നു വാലിഡേഷൻ ടെസ്റ്റിംഗ്. അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ആൽഫ ടെസ്റ്റിംഗ് ഇവിടെയും എഴുതാം, ബീറ്റ ടെസ്റ്റിംഗും എഴുതാം, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗും എഴുതാം. ക്ലിയർ അല്ലേ? ഷഹല എൻ സംഗീത്, കൺഫ്യൂഷൻ ആവണ്ട. ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അഞ്ജലി ആർക്കെ അനുഗ്രഹ്. സർ ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് എഴുതുക ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. ഇനി 2 ടോപ്പിക്കും കൂടെ നമുക്കുള്ളൂ ഇൻ 4th മൊഡ്യൂൾ. ഇറ്റ് ഈസ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. സൈഡ് ഹെഡിങ് എഴുതുക ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ ആക്ച്വലി കാണാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. സോഫ്റ്റ്വെയറിനെ നമ്മൾ ഓർ ഫംഗ്ഷനെ നമ്മളൊരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. പക്ഷെ വി ക്യാൻ ഗിവ് പ്രോപ്പർ ഇൻപുട്ട് ടുവേർഡ്സ് ദി സിസ്റ്റം, വി ക്യാൻ ഇവാലുവേറ്റ് ദി റിസൾട്ട്. അത്ര മാത്രമുണ്ട്. ബ്ലാക്ക് ബോക്സ് ആണ്. ഫങ്ഷണാലിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. കോഡ് എന്താണ്, സെറ്റ് ഓഫ് ലൈൻസ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇൻപുട്സ് നമുക്ക് കൊടുക്കാം, ഔട്ട്പുട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. അവിടെ നമുക്ക് കോഡ് ലൈൻ ബൈ ലൈൻ കോഡും ഇനീഷ്യലൈസേഷനും വേരിയബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് വൈറ്റ് ബോക്സിൽ കാണാൻ പറ്റും. പക്ഷെ ഇൻ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഫങ്ഷണാലിറ്റി കറക്റ്റ് ആണോ, ഇൻപുട്ടിന് കറക്റ്റ് ബിഹേവിയർ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു സൈഡ് ഹെഡിങ് എഴുതുക. ഇറ്റ് ഫോക്കസ് ഓൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് ഓഫ് ദി സോഫ്റ്റ്വെയർ. Focus on functional requirements of the software. Test engineer provide input to the system. Test engineer provide input to the system and evaluate the result. And evaluates the result. Then ഏതൊക്കെ ഇറേഴ്സിനെയാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, we can identify incorrect or missing functions. Incorrect or missing functions. Suppose നമ്മൾ 2 നമ്പേഴ്സ് കൊടുത്തു. We are expecting സം വന്നിട്ടില്ല, നമുക്ക് പറയാം there is a missing function. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ മിസ് ആയിട്ടുണ്ട്. Then interface errors. Then errors in data structures. Data structures എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ഡാറ്റ സ്റ്റോർഡ് ഇൻ മെമ്മറി എന്നുള്ളതാണ്. നമ്മൾ അറേ ജനറേറ്റ് ചെയ്തിട്ട് അറേ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതി, ഔട്ട്പുട്ട് നോക്കുമ്പം അറേ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അത് മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടില്ല. അറേ ഡിക്ലെയർ ചെയ്തതിലോ ഇനീഷ്യലൈസ് ചെയ്തതിലോ എന്തോ എറർ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കോഡ് റീഡ് ചെയ്യാനോ കണ്ടന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റൂല. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൽ നിന്ന് ഓർക്കുക. സോ ഇറേഴ്സ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഹൗ ടു പെർഫോം ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഇതൊരു ട്രിപ്ലെറ്റ് ആണ്. കൺസിസ്റ്റ് ഓഫ് അവർ സോഫ്റ്റ്വെയർ, ദെൻ സെറ്റ് ഓഫ് ഇൻപുട്ട്, ഫൈനലി ദി ഔട്ട്പുട്ട്. ഇത്രയും നമുക്ക് കയ്യിലുള്ളൂ. വി ഹാവ് സെറ്റ് ഓഫ് ഇൻപുട്ട് ഉണ്ട്, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദി പ്രോഗ്രാം നമ്മുടെ കയ്യിലുണ്ട്, ആൻഡ് വി ഹാവ് ദി റിസൾട്ട്, എക്സ്പെക്റ്റഡ് റിസൾട്ട്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു ട്രിപ്ലെറ്റ് ആയിട്ട് നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാം. ISR. ക്ലിയർ അല്ലേ? നഫ ഇ കെ ആൻഡ് റോഷൻ നമ്പ്യാർ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ,
ഇനി രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാനുള്ള രണ്ട് മെയിൻ അപ്രോച്ച്, രണ്ടല്ല നാലെണ്ണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. മെയിൻലി വി ഹാവ് 2 അപ്രോച്ചസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. സൈഡ് ഹെഡിങ് എഴുതുക, ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഇനി എന്താണ് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ പറയുന്നത് വി ഹാവ് സെറ്റ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഒരു സ്റ്റേറ്റിലുള്ള ഒരു കോഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. ഇതാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമ്മൾ രണ്ട് ക്ലാസ്സസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തെടുക്കും. ഈക്വലൻസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമ്മൾ രണ്ട് ക്ലാസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യും. അതിൽ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ അല്ലെ റേഞ്ചിൽ ഇല്ലാത്ത റോങ് ആയിട്ടുള്ള ഇൻപുട്ടും, മറ്റേതെന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് തരുന്ന ഒരു സെറ്റ് ഓഫ് ഇൻപുട്ടും. ഒന്നുകൂടി പറയാം, വി ഹാവ് ടു ഗിവ് ഇൻപുട്ട് നമുക്ക് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഇൻപുട്ടിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, കറക്റ്റ് ആൻസർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇൻപുട്ടിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ കറക്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലുള്ള എല്ലാ ഇൻപുട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്ലാസ്സിലുള്ള സ്റ്റേജിലെ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് റോങ് ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പം അത് പെർഫോം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്ലാസ് ഈക്വലൻസ് പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് നമുക്ക് നോട്ട് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ എ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടേഴ്സ്, square root of an input integer which can assume values in the range 0 to 5000 determines equivalence class and the black box test suite. എന്താണ്? ഒരു സോഫ്റ്റ്വെയറിന് സ്ക്വയർ റൂട്ട് പെർഫോം ചെയ്യാം ഫ്രം ദി വാല്യൂ അപ് ടു 0 to 5000. അപ്പൊ നമുക്ക് രണ്ട് ക്ലാസ്സസ് ഇതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് അറിയോ? വിച്ച് ഗിവ്സ് ആൻസർ ട്രൂ, പിന്നെ ആൻസർ തരാത്തത്. അതിൽ ഫസ്റ്റ് ക്ലാസ് നോക്കുക. വാലിഡ് ക്ലാസ് എന്ന് പറയുന്നത് 0 to 5000 വരെയാണ്. നമുക്കറിയാം our software is implemented for identifying square root 0 to 5000. That is valid class. പിന്നെ invalid class also നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇറ്റ് ഈസ് -infinity to -1 5001 to +infinity. ഇതിൽ പെടാത്ത വേറൊരു ക്ലാസ്. ഇങ്ങനെയാണ് നമ്മൾ ഈക്വലൻസ് പാർട്ടീഷനിങ്ങിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ. അഭിനന്ദ്, അഖിൽസി, ഇപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യാം. അന്നൊക്കെ വന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഒരു ലൈൻ ഔട്ട് എഴുതി വെക്കാം. ഇൻപുട്ട് വാല്യൂസ് പാർട്ടീഷൻഡ് ഇൻറ്റു 2 സെറ്റ്. ഇൻപുട്ട് വാല്യൂ പാർട്ടീഷൻഡ് ഇൻറ്റു 2 സെറ്റ്. Then input belonging to same class, program behaves similarly. Input belongs to same class, program behaves similarly. നമുക്കറിയാം രണ്ട് ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ സെറ്റ് ഓഫ് ഇൻപുട്ട് കൊടുത്താൽ പ്രോഗ്രാം പ്രോപ്പർലി ബിഹേവ് ചെയ്യും. സെക്കൻഡ് ക്ലാസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്താൽ പ്രോഗ്രാമിന് ബിഹേവ് ചെയ്യാൻ പറ്റൂല. സോ നമ്മൾ രണ്ട് ക്ലാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലൈനിൽ എഴുതുക. ഈക്വലൻസ് പാർട്ടീഷനിങ് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാലിഡ് ക്ലാസ്സും ഉണ്ടാവും, രണ്ട് ഇൻവാലിഡ് ക്ലാസ്സസും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു ഓർത്ത് വെക്കുക. ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്ങിൽ നമ്മൾ 1 സെറ്റ് ഓഫ് വാലിഡ് ക്ലാസ്സസും 2 സെറ്റ് ഇൻവാലിഡ് വരുന്ന ഇൻപുട്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കും. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം.
Here we define one valid equivalence class. Here we define one valid equivalence class and two invalid equivalence class. One valid equivalence class and two invalid equivalence class. അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ഇൻപുട്ട് വാല്യൂ റേഞ്ചസ് ഫ്രം 1 to 10. Input value ranges from 1 to 10. Here valid class എന്താണ് 1 to 10. Invalid class -infinity to 0, 11 to +infinity. ഈ ഒരു എക്സാമ്പിൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ പറഞ്ഞു in order to perform equivalence partitioning we have to identify one valid class and two invalid class. For example, values in ranges 1 to 10. Valid class is 1 to 10. Then invalid class എന്താണ് -infinity to 0 and 11 to +infinity. ക്ലിയർ ആണോ? സാർ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാ നമ്പേഴ്സിന്റെ കാര്യത്തിൽ മാത്രല്ലേ, അപ്പോ ഒബ്ജക്ട്സ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോ ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. വാല്യൂസ് വരുമ്പോൾ കാണിച്ചു തരാം. ഇനി ഫങ്ഷൻസ് എക്സാമ്പിൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതും ഒരു ശ്രീഷ്മ പറഞ്ഞ പോലെ നമ്പേഴ്സ് തന്നെയാണ് 0 to ഇതുള്ളത്. ഇനി ഒരു ലൈൻ വരക്കുമ്പോൾ ഈ സ്ലൈഡ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കണം. ലൈൻ വരക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ്. ഓക്കെ, ആ ഒരു എക്സാമ്പിളും കൂടിയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്ട്രിംഗ് ക്യാരക്ടർ അറേ അല്ലെങ്കിൽ സ്ട്രിംഗ് റീഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എങ്കിൽ ആൽഫബറ്റ്സ് ഡൊമൈൻ ആയിട്ട് വരുന്ന നമുക്കൊരു ക്ലാസ്സിനെ ഈക്വലൻസ് പാർട്ടീഷൻ ചെയ്യാം. ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് റോങ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്താൽ റോങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അപ്പം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള സെറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇത്രേ ഈക്വലൻസ് പാർട്ടീഷനിങ്ങിൽ വരുന്നുള്ളൂ. സെറ്റ് ഓഫ് രണ്ട് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്താൽ പ്രോപ്പറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ദെൻ റോങ് രണ്ടാമത്തത് ക്ലാസ്സിലെ ഇൻപുട്ടാണ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള ആൻസർ ആണ് കിട്ടുക. അപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഡൊമൈനെ നമുക്ക് ക്ലാസ് പാർട്ടീഷനിങ് ചെയ്യാം. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഏകദേശം ക്ലിയർ അല്ലേ? ശ്രീഷ്മ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെയാണ് സർ. ഓക്കെ, നെക്സ്റ്റ് എഴുതാം ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ബൗണ്ടറി വാല്യൂ അനാലിസിസ്. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് നോർമലി ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂസ്, ഇൻ ബിറ്റ്വീൻ 1 to 10 ആണെങ്കിൽ 5, 6 ആ നമ്പേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ ഇറർ വരാനുള്ള സാധ്യത കുറവാണ്, നമുക്കറിയാം. ദെൻ പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ വരുമ്പം ചില വാല്യൂസ് 10 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 വരെ വരുന്നു, അല്ലെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ 9 ഇങ്ങനെ കേസ് വരുമ്പോൾ ചിലപ്പം പ്രോപ്പറായിട്ട് നമുക്ക് ഫംഗ്ഷന് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് ഫണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഐ ലെസ് ദാൻ 9 എന്ന് പറഞ്ഞാൽ 9 താഴെയുള്ള എലമെന്റ്സേ പറ്റുള്ളൂ. ടു റീഡ് 9 നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം. അങ്ങനെയൊക്കെ പ്രോഗ്രാംസിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പണ്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ബൗണ്ടറി വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജസ് ആണ് നമ്മൾ ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ നമ്മൾ നോക്കുക. ഓക്കെ, അപ്പം ഹൈഫണിട്ട് എഴുതുക. Errors happens improper use of less than or equal to symbol, greater than or equal to symbol, then absolute value functions ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യൂസിങ് when ABS absolute value function നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെയാണ് ഇറേഴ്സ് വരിക. അപ്പം ഇത് നമ്മൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുക. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ
ടു പ്രിന്റ് ഇൻഡിജേഴ്സ് ഫ്രം 1 to 10 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് 0-ഉം 11-ഉം, അതായത് 1 അല്ലാത്തത് 0, 10ന്റെ നേരെ മേലുള്ളത് 11. ബൗണ്ടറി വാല്യൂസ് എന്താണ്? നമ്മൾ മീറ്റ് ചെയ്യുന്ന വാല്യൂസ് റേഞ്ച് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എഡ്ജ് വാല്യൂസ് എന്ന് പറയും, അല്ലെ ബൗണ്ടറി വാല്യൂസ് എന്ന് പറയും. അതുകൂടി നമ്മൾ ടെസ്റ്റ് സ്യൂട്ടിൽ ഐഡന്റിഫൈ ചെയ്ത് വെക്കും. ഇതിനാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ റേഞ്ച് 1 to 10 ആണെങ്കിൽ 0 and 11 ആണ് ആ നമ്പറിന്റെ ബൗണ്ടറി. ക്ലിയർ ആണോ? ഇനി ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. പ്രീവിയസ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു സ്ക്വയർ റൂട്ട് ഐഡന്റിഫിക്കേഷൻ ബിറ്റ്വീൻ 0 and 5000. അപ്പൊ അതിന്റെ ബൗണ്ടറീസും കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. -1 then 5001. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൗണ്ടറി വാല്യൂ ടെസ്റ്റ് സ്യൂട്ടും കൂടി ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണ്? നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാർ ഒരു ഡൗട്ട്. ചോദിച്ചോ. സാർ ഈ സ്ട്രെസ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ സിസ്റ്റത്തിന്, ആ അപ്പോ ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു റിക്വയർമെന്റ്സ് എന്തെല്ലായിരിക്കും? അത് അങ്ങനത്തെ സിസ്റ്റത്തിലായിരിക്കും ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസിന്റെ സ്ട്രെസ് കൊടുക്കുന്ന റൺ ചെയ്യിക്കുക? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ